ഒരു ബസ് സ്റ്റാൻഡ്. അതിന് തൊട്ടടുത്ത് ചെറിയൊരു കടയുണ്ട്. കടയില് ചെറിയ സ്നാക്സ് ഒക്കെ ആയിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ നല്ല തിരക്കുണ്ടാവുന്ന ചെറിയൊരു ഷോപ്പാണ്. അപ്പൊ ആളുകൾ നിരന്തരം ചായ കുടിക്കാനൊക്കെ വരുന്നുണ്ട്. അവിടെ അതിന്റെ ഓണറും 2 സ്റ്റാഫുമായിട്ട് ചെറിയൊരു ഷോപ്പാണ്. അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നൈറ്റ് ആണെങ്കിൽ ചെറിയ ഈ തട്ടുകട പോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അതിനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ വളരെ നന്നായിട്ട് നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. ആളുകൾ അതിൻ്റെ അടുത്ത് വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് തന്നെയായിരുന്നു ആശ്രയിക്കാറുള്ളത്. നന്നായിട്ട് ഇങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് റോഡ് പണി വരുന്നത്. റോഡ് പണി വന്നതോടെ ഈ സ്റ്റാൻഡിന്റെ അകത്തേക്ക് വരുന്ന ബസ്സുകളൊന്നും തന്നെ ഈ സ്റ്റാൻഡിന്റെ അടുത്തേക്ക് വരാതെ റോഡിലെ ആളുകൾ ഇറക്കിയിട്ട് പോകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഷോപ്പുകാരനെയും ബാധിച്ചു. അദ്ദേഹം നടന്നുകൊണ്ടിരുന്ന കച്ചവടം പെട്ടെന്ന് കുറയാണല്ലോ. അപ്പൊ ആളിങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് അത്രത്തോളം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആള് എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷോപ്പ് തുറക്കുന്നുണ്ട്, വൃത്തിയാക്കുന്നുണ്ട്, ബോർഡുകളൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആളോട് താല്പര്യമുള്ള 1-2 ആൾക്കാർ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഈ ഷോപ്പ് ഇത്രത്തോളം വൃത്തിയാക്കിയൊക്കെ വെക്കുന്നത്? റോഡ് പണി നടക്കുമ്പോൾ വീണ്ടും വീണ്ടും അഴുക്ക് വരുമല്ലേ? അപ്പൊ ആള് പറഞ്ഞത് നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ പോകേണ്ട ഒരു കാര്യമാണല്ലോ, അത് നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞു. റോഡ് പണി കഴിഞ്ഞ ആൾക്കാർ വീണ്ടും വീണ്ടും എന്ത് ചെയ്തു, ഈ ഷോപ്പിലേക്ക് വരാൻ തുടങ്ങി. ആ ഷോപ്പിൽ നേരത്തെ ഉള്ളതിനേക്കാളും നന്നായിട്ട് കച്ചവടം തുടങ്ങി. ഈ പ്രശ്നം നടന്ന സമയത്ത് ആളെന്ത് ചെയ്തു എന്നറിയാവോ? തൊട്ടടുത്ത ഓഫീസുകളിലേക്കൊക്കെ ഉള്ള ചായകളും സാധനങ്ങളൊക്കെ എന്ത് ചെയ്തു, പാർസലായിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഹോസ്റ്റലുകളിലൊക്കെ ഉള്ള ആളുകൾ എടുക്കുന്ന ഓർഡറുകൾ എടുത്തിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ആളെന്ത് ചെയ്തു, ആ സമയം അദ്ദേഹത്തിന് ആ റോഡ് പണി നടക്കുന്ന അത്രയും കാലം വളരെ ഭംഗിയായിട്ട് ആ സമയത്തിനെ മാനേജ് ചെയ്യാൻ ആൾക്ക് പറ്റി എന്നുള്ളതാണ്. അപ്പൊ ഞാനിത് പറയുന്നത്, നമുക്ക് ഇതേപോലത്തെ ഒരു റോഡ് പണിയാ വന്നതെന്ന് കരുതിയാൽ മതി. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാം. അവസരങ്ങൾ എപ്പോഴും വരും. ഞാൻ എപ്പോഴും COT എന്ന് പറയല്ലേ, നമ്മുടെ കേപ്പബിലിറ്റി, ഓപ്പർച്യൂണിറ്റി, ടൈം. നമ്മൾ കേപ്പബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ സിറ്റുവേഷൻ കഴിയും. ഈ സിറ്റുവേഷൻ കഴിയുമ്പോൾ നമ്മൾ ഇന്ന് മാർക്കറ്റിൽ എത്രത്തോളം നമ്മൾ ലൈവാണോ അതായിരിക്കും നാളത്തെ നമ്മളെ റിസൾട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാർക്കറ്റിനെ കൊണ്ടുപോകുക, മാർക്കറ്റിനെ ലൈവാക്കുക. നമ്മൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക. റിസൾട്ട് വേണമെന്നില്ല, അത് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, മാർക്കറ്റ് അറിയിക്കുക എന്നുള്ളതാണ്.